അയ്യോ എന്റെ ദൈവമേ, അദ്ദേഹത്തിന് ഒരാപത്തും വരത്തല്ലേ. മോനെ ആദി, എനിക്ക് പ്രസാദേട്ടനെ ഒന്ന് കാണണം. അമ്മേനെ അകത്തേക്ക് കൊണ്ടുപോടാ. വേണ്ടമ്മേ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ഡോക്ടർ അച്ഛനെ പരിശോധിക്കട്ടെ. അച്ഛനൊരു കുഴപ്പവും വരില്ല. ദൈവം നമ്മളെ ശിക്ഷിക്കില്ലമ്മേ. ഡോക്ടർ, എന്താ പ്രസാദേട്ടന് പറ്റിയ? പ്രസാദിന് ശ്വാസതടസ്സം ഉണ്ടായതാ. ബുള്ളറ്റ് അകത്തിരിക്കുന്നത് കൊണ്ടുള്ള ഇന്റേണൽ പ്രോബ്ലംസാ. മെഡിസിൻ നൽകിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ പ്രാർത്ഥിക്കേ. അമ്മ, ഇതിങ്ങനെ വച്ചിരിക്കാതെ ഒന്ന് കഴിക്കേ. അച്ഛൻ ഡോക്ടറെ വിളിക്കില്ലേ, പിന്നെന്താ? ആ വിവരം ഒന്ന് അറിയട്ടെ തുളസി, എന്നിട്ട് സമാധാനത്തോടെ കഴിക്കാമല്ലോ. ഹലോ. ആ ഡോക്ടർ, ഞാൻ ജയ്ശീലനാണ്. ACP കൃഷ്ണപ്രസാദിന്റെ. ഓക്കെ പറയൂ ജയ്ശീലൻ. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഒട്ടും ബെറ്റർ അല്ല. കുറച്ചു മുമ്പ് നില കൂടുതൽ വഷളായി. എന്തു പറ്റി ഡോക്ടർ? പെട്ടെന്നൊരു ശ്വാസതടസ്സം. ഇപ്പൊ അവസ്ഥ മാറിയിട്ടുണ്ട്. ബട്ട് പേഷ്യന്റ് ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാ. ഓക്കെ ജയ്ശീലൻ, ഞാൻ അല്പം ബിസിയാ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്ത് ചേട്ടൻ, ഡോക്ടർ എന്ത് പറഞ്ഞു? അപകടനില തരണം ചെയ്തു. ഇടയ്ക്ക് ബോധം തെളിയുന്നുണ്ടെന്നും പറഞ്ഞു. ഈശ്വര. പക്ഷേ 2 ദിവസത്തേക്ക് ആരെയും കാണാൻ സമ്മതിക്കില്ല. ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. ഏട്ടന് കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ, എനിക്കത് മതി. 2 ദിവസം കഴിഞ്ഞ് പോയി കാണാൻ പറ്റുമായിരിക്കുമല്ലേ? ആ, അത് നമുക്ക് നോക്കാം. അതിന് ഡോക്ടർ സമ്മതിച്ചാലും ഏട്ടനെ കാണാൻ ദുർഗേച്ചി സമ്മതിക്കണ്ടേ? ആ കാര്യോർത്ത് അമ്മ വിഷമിക്കണ്ട. 2 ദിവസം കഴിഞ്ഞ് അമ്മയെ കൊണ്ടുപോയി മാമനെ കാണിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി നീ ആഹാരം കഴിക്ക് പ്രിയ, അത് തണുത്ത് കാണും. കഴിക്കമ്മേ, വേറെ എടുക്കണോ? വേണ്ട, ഞാൻ കുറച്ച് കഴിക്കാം. അത്രേ വേണ്ടു. നിന്റെ ഈ ഇരിപ്പ് കാണാൻ നല്ല സുഖമുണ്ട്. പണ്ട് പ്രസാദ് കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ മകളും ഇതേ ഇരിപ്പായിരുന്നു. നഷ്ടപ്പെടലിന്റെ വേദന നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. മോളെ ദുർഗേ. അപ്പച്ചി. വേണ്ട, നീ ഇരുന്നോ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. ഞാൻ കാലത്തെ എഴുന്നേറ്റ് നിനക്ക് ആദ്യമോനും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഒരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് അപ്പച്ചിക്ക് അറിയാം. എന്റെ പ്രസാദ് മോൻ രക്ഷപ്പെടുകയും ചെയ്യും. എന്നാലും
ആ പ്രിയയുടെയും തുളസിയുടെയും കാര്യം ഓർത്തിട്ട് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു മോളെ. എന്താ അപ്പച്ചി, അവര് വീണ്ടും എന്തെങ്കിലും രാത്രിയിലെങ്ങാനും പ്രസാദേട്ടനെ കാണാൻ അവര് വന്നതായിട്ട് അറിഞ്ഞോ? ഏയ്, അതൊന്നുമല്ല. എനിക്ക് ഉറക്കം വരാതിരുന്നത് പ്രസാദിന്റെ ശരീരത്തിലൂടെ ആ തുളസിയുടെ രക്തം ഓടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ആ ശത്രുവിന്റെ രക്തം പ്രസാദിന്റെ ശരീരത്തിൽ ഇനി ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിനെ അറിയൂ. അത് വേണ്ടായിരുന്നു. ഞാനും ആ സമയത്ത് ഒരുപാട് എതിർത്തതാ അപ്പച്ചി. പക്ഷെ വേറെ വഴിയില്ലാതായിപ്പോയി. മറ്റെന്തിനേക്കാളും പ്രസാദേട്ടന്റെ ജീവനല്ലേ വലുത്. എന്നുവച്ചാ അവളുടെ രക്തം കൊണ്ട് പ്രസാദിന്റെ ജീവൻ രക്ഷിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? നാളെ അവളും പറഞ്ഞു നടക്കാൻ പോകുന്നത് ഇത് തന്നെയാ. അതിന് ഇട കൊടുക്കരുതായിരുന്നു നീ. എന്റെ അപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി. പോരാത്തതിന് ഡോക്ടറിന്റെ ആദിയുടെ നിർബന്ധവും. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്ത് വേണോന്ന് അപ്പച്ചി തന്നെ പറ. ആ ദുരിതം പിടിച്ച പെണ്ണിന്റെ ദുഷിച്ച രക്തം പ്രസാദിന്റെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിന്റെ അവകാശം നാളെ അവൾ കൊട്ടിഘോഷിക്കാതിരിക്കാൻ പ്രസാദിന്റെ ശരീരത്തിൽ നിന്നും ആ രക്തം തിരിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. അതെങ്ങനെയാ അപ്പച്ചി? ഒരാളുടെ ദേഹത്ത് കയറ്റിയ രക്തം അയാളുടെ രക്തവുമായിട്ട് അലിഞ്ഞു ചേർന്ന് കാണില്ലേ? പിന്നെ എങ്ങനെ അത് വേർതിരിച്ചെടുക്കും? നീ MBBS പഠിച്ചിട്ടില്ലല്ലോ. ശാസ്ത്രം ഒരുപാട് വളർന്നു മോളെ. തുളസിയുടെ രക്തം പ്രസാദിന്റെ ശരീരത്തിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയുകയോ കഴിയാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ അങ്ങനൊരാവശ്യം നീ ഉന്നയിക്കണം. അത്രമാത്രം നീ തുളസിയെ വെറുക്കുന്നുവെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കാനുള്ള പുതിയൊരു അവസരമായി നീ ഇതിനെ ഉപയോഗിക്കണം. ഞാൻ പറയുന്നത് വല്ലോ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടപ്പച്ചി. എന്നാലും എന്തൊരു ദുഷ്ടത അവരെ കാണിക്കുന്നേ. ദുർഗ പ്രസാദിന്റെ ജീവിതത്തിൽ വന്ന് കയറിയവളാ. നീയോ? നിന്റെ കൂടപ്പറപ്പിനെ ഒരു നോക്ക് കാണാൻ പാടില്ലെന്ന് പറയാൻ അവളാരാ? നീ നിന്റെ ചേട്ടനെ എങ്ങനെ വളർന്നവരാണെന്ന് ഞങ്ങൾ നാട്ടുകാർക്കറിയാം. അതൊക്കെ ഇപ്പൊ ആരും ഓർക്കുന്നു. ആദ്യമൊക്കെ എന്നെ ഏട്ടനെ കാണിക്കാത്തത് വലിയ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ ബോധമില്ലാതെ കിടക്കുന്ന ഏട്ടനെ ഞാൻ കണ്ടിട്ട് എന്തിനാണെന്ന് തോന്നി. ഏട്ടൻ എന്നെ കൂടി കാണുമ്പോഴല്ലേ എനിക്കൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഏട്ടനൊന്ന് കണ്ണു തുറക്കട്ടെ. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ദുർഗേച്ചി തന്നെ എന്നെ വിളിച്ചോണ്ട് പോയി ഏട്ടന്റെ മുന്നിൽ നിർത്തും. നിന്റെ മനസ്സ് നല്ലതാ. ഈ മനസ്സിന്റെ നന്മ ആര് കണ്ടില്ലെങ്കിലും ദൈവം കാണും. പ്രസാദ് സാർ അവിടെ കിടക്കുമ്പോ നിനക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് തന്നെ അതിന്റെ തെളിവാ. ശ്രീമതി പറഞ്ഞിട്ട് ഞങ്ങളിന്ന് മാരിയമ്മന് വഴിപാട് നേർന്നില്ലേ? അതിനുശേഷം ഏട്ടന് നല്ല മാറ്റമുണ്ടെന്ന് ജയേട്ടൻ പറഞ്ഞു. ആ വഴിപാട് ഉടനെ നടത്തിയാലോ എന്ന് ആലോചിക്കുക. അത് നല്ലതാ. തുളസി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ താമസിപ്പിക്കുന്നേ? അത് പ്രസാദേട്ടന്
അവളാ ബ്ലഡ് കൊടുത്തത്. വീണ്ടും എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയ. ഒന്നും വരില്ല. ധൈര്യമായി അവളോട് വഴിപാട് നടത്താൻ പറ. അത് പൂർത്തിയാകുമ്പോഴേക്കും പ്രസാദ് സാർ കണ്ണു തുറന്നിരിക്കും. അമ്മേ, അമ്മ എന്താ ഇത്രമാത്രം ആലോചിക്കുന്നേ? എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അമ്മേ? ഞാൻ ആലോചിച്ചത് രാവിലെ നിന്റെ അച്ഛന് വീണ്ടും അസുഖം കൂടിയതിനെ കുറിച്ചാ. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബുള്ളറ്റ് കുടുങ്ങിയതുകൊണ്ട് മാത്രമല്ല ആദി. പിന്നെ അവളുടെ രക്തം. ആ രക്തമാ യമനെ പോലെ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്തൊക്കെയായി പറയുന്നേ? രക്തം ശ്വാസം മുട്ടിക്കുന്നോ? അതേടാ, ആ കുട്ടിപ്പിശാചിന്റെ രക്തമല്ലേ എന്റെ പ്രസാദേട്ടന്റെ ദേഹത്ത് കയറ്റിയിരിക്കുന്നത്. തുളസിയുടെ. പ്രസാദേട്ടനെ പോലെ നല്ലൊരു മനുഷ്യന് ഒരു പിശാചിന്റെ രക്തം ഉൾക്കൊള്ളാനാവില്ല. അതിന്റെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അതി, നീ പോയി ഡോക്ടറോട് പറ, നിന്റെ അച്ഛന്റെ ശരീരത്തിൽ നിന്ന് ആ പാപരക്തം വേർതിരിച്ചെടുത്ത് മാറ്റാൻ. അമ്മ എന്ത് ഭ്രാന്തായി പറയുന്നേ? എന്റെ അമ്മയെ ബ്ലഡിന് ഗ്രൂപ്പ് ഉണ്ടെന്നല്ലാതെ പാപരക്തം പുണ്യരക്തം എന്നൊന്നുമില്ല. ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് ആയതുകൊണ്ട് മാത്രമാണ് തുളസിയുടെ ബ്ലഡ് അച്ഛന് വേണ്ടി ഡോക്ടർ എടുത്തത്. അത് അദ്ദേഹം ഒന്നല്ല, ആരെ വിചാരിച്ചാലും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. മെഡിക്കൽ സയൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലമ്മേ. അപ്പോ ജീവിതകാലം മുഴുവൻ നിന്റെ അച്ഛന്റെ ദേഹത്ത് ആ കുട്ടിപ്പിശാചിന്റെ രക്തം അടങ്ങിയിട്ടുണ്ടാവുന്നാണോ നീ പറയുന്നേ? അതെ, രക്തം ജീവൻ തന്നെയാണ്, പ്രത്യേകിച്ച് അത് സമയത്ത് കൊടുക്കുമ്പോ. രക്തം ദാനം ചെയ്ത ആളെ ജീവൻ തിരിച്ചു കൊടുത്ത ആളായിട്ട് തന്നെ കാണുമേ. ജീവൻ തിരിച്ചു കൊടുക്കാൻ ശക്തിയുള്ളത് ദൈവത്തിന് മാത്രമാണെങ്കിൽ ആ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണമേ രക്തദാനവും അവയവദാനവും നടത്തുന്ന മനുഷ്യര്. മതിയടാ, നിർത്ത്. ഞാൻ പിശാചായി കാണുന്നവളെ നീ ദൈവമായിട്ട് ചിത്രീകരിക്കുകയാണോ? ഇത് തന്നെയാടാ ആദ്യം നിന്റെ അച്ഛന്റെയും കുഴപ്പം. പിശാചിനെയും ദൈവത്തെയും തിരിച്ചറിയാൻ പറ്റാത്ത ജന്മങ്ങള്. വാ. എന്തായി? തുളസിയുടെ രക്തം കൊണ്ട് ചെറിയൊരു ചലനമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയോ? നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. ആദിക്ക് അവന്റെ അമ്മ തുളസിയെ കാണുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടെ ബോധ്യമായി. മതി. ഈ ബോധ്യപ്പെടലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ പോലും തുളസിയുടെ രക്തം ആവശ്യമില്ലെന്ന നിന്റെ വാക്കുകൾ ആദി ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. തുളസിയെ അത്രയും വെറുക്കുന്ന അമ്മയുടെ മരുമകളായി അവളെ കൊണ്ടുവരാതിരിക്കുന്നതാവും നല്ലതെന്ന് ഇതോടെ അവൻ ഉറപ്പിച്ചിരിക്കും ദുർഗെ. അല്ലെങ്കിലും ആദ്യം ഇനി അവളുടെ പുറകെ പോവില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ടപ്പച്ചി. എന്റെ പേടി അവളെയാ. തുളസി എന്റെ മകനെ നീരാളിയെ പോലെ പിടിക്കുമെന്നാ. അതിനും വഴിയുണ്ട് ദുർഗെ. ആദിക്ക് നീ ഇപ്പൊ കൊടുത്തതിലും വലിയ ഷോക്ക് ഉടൻ തന്നെ പോയി തുളസിക്കും പ്രിയയ്ക്കും കൊടുക്കണം. പ്രസാദിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി അവളാ, തുളസി. അത് നീ ഒന്നുകൂടി ആ വീട്ടിൽ പോയി സ്ഥാപിക്കണം. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? ഈ ചൂടിൽ തന്നെ പോണം. ഭർത്താവ് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിന് കാരണക്കാരിയായവളെ ചെന്ന് കാണുന്നതിൽ
ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ചെന്ന് അവരെ കാണുമ്പോ നീ പോലും അറിയാതെ നിന്റെ ഉള്ളിൽ നിന്നൊരു തീ ആളി വരും. അത് ശകാരങ്ങളായും ശാപങ്ങളായും പുറത്തു വന്നാ അതിൽ വെന്തുരുകിക്കോളും അമ്മയും മോളും. നീ ഇപ്പൊ തന്നെ പോകണം. അമ്മ തീരുമാനിച്ചോ? അമ്മയ്ക്ക് വേണ്ടി ആ വഴിപാട് എപ്പോ വേണമെങ്കിലും നടത്തിക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞതല്ലേ. നാളെ പോയി അത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഞാൻ ശ്രീമതി ചേച്ചിയോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടെ ഏതാ നല്ല ദിവസം. നമുക്ക് ഉടനെ അത് ചെയ്യണം മോളെ. എന്റെ ഏട്ടന്റെ ജീവൻ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂന്ന് എന്റെ മനസ്സ് പറയുന്നു. പ്രിയേ, ഇറങ്ങി വാടി ഇവിടെ. ദുർഗേച്ചിയാണല്ലോ. എന്റെ ഭർത്താവിനെ ഈ നിലയിലാക്കിയിട്ട് നീ അവിടെ സുഖിച്ചിരിക്കുകയാണോടി? ഇറങ്ങി വാടി ഇവിടെ. കൊള്ളാം, എന്റെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അമ്മയും മോളും അല്ലേ? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ ആരും ഹോസ്പിറ്റലിൽ നിൽക്കരുതെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്റെ ഏട്ടനെ ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ദുർഗേച്ചി എനിക്ക്. ദുർഗേച്ചി സമ്മതിച്ച ഞാൻ വന്ന് എന്റെ ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. എന്നിട്ട് ഏട്ടൻ അസുഖം ഭേദമാവുമ്പോഴേക്കും എന്നെ ദേവമംഗലത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്യാം അല്ലേ? ദേ ദുർഗമ്മ, നിങ്ങളെ പോലെയാണ് ബാക്കി എല്ലാവരും എന്ന് വിചാരിക്കരുത്. പ്രസാദ് മാമിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ളവരാ ഞങ്ങള്. പിന്നെ നീ കൊടുത്ത ഒരു കുപ്പി രക്തത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിൽക്കുന്നത്. നീ ഈ കണക്ക് പറയുന്ന എനിക്ക് അറിയാമായിരുന്നടി. എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ മാത്രം നീ രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞ് നടക്കണ്ട. നീ ദാനം ചെയ്ത രക്തത്തിന് എത്ര രൂപ വേണം? അതിന്റെ 10 ഇരട്ടി ഞാൻ തരും. ഓഹോ, അപ്പൊ എന്റെ ചോരയ്ക്ക് വിലയിടാൻ വന്നതാണല്ലേ? അതേടി, ഒരു കടവും ബാക്കി വെക്കുന്നത് ദുർഗയ്ക്ക് ഇഷ്ടമല്ല. അയ്യോ വേണ്ട, വേണ്ട ദുർഗേച്ചി. എന്റെ ഏട്ടന്റെ ജീവന് നിങ്ങൾ വില കൊടുക്കാൻ വരട്ടെ. ആദ്യം മനുഷ്യൻ പഴയതുപോലെ ഒന്ന് ജീവിച്ചു തുടങ്ങട്ടെ. എന്റെ പ്രസാദേട്ടൻ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തില് എനിക്ക് ഒരു സംശയവും. പക്ഷേ നാളെ അതിന്റെ പേരില് ഒരുത്തി അവകാശവും പറഞ്ഞു വരരുത്. ദാ 10,000 രൂപയുണ്ട്. ഒരങ്ങി പറ, എത്ര ചോദിച്ചാലും ഞാൻ തരും. തികയില്ല ദുർഗമ്മ. നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യം എടുത്താലും തുളസിയുടെ ഒരു തുള്ളി ചോരയ്ക്ക് പകരമാവില്ലാതെ. നിനക്ക് നീ തന്നെ വിലയിടല്ലേടി. ഞാൻ ഈ വെച്ച് നീട്ടുന്നത് പോലും കൂടുതലാണെന്ന് നിന്റെ അമ്മയ്ക്കറിയാം. ആക്സിഡന്റിന് ശേഷം നിന്റെ ജീവൻ തിരിച്ചെടുക്കാൻ ആകെ ചെലവായത് 10 ലക്ഷം രൂപ മാത്രമാ അല്ലേ പ്രിയേ? എന്നിട്ട് നീ ഒരു തുള്ളി ചോരയ്ക്ക് വില പേശുന്നോ? എടുത്തോണ്ട് പോടി.
രാജയുടെ തലയുള്ള ഇന്ത്യൻ കറൻസിയെ അപമാനിക്കുന്നത് നിയമവിരുദ്ധവും ദൈവദോഷവും. അതുകൊണ്ട് മാത്രം ഇത് ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നില്ല. അമ്മ, ഈ രൂപ അമ്മയുടെ ഏട്ടന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഏതെങ്കിലും അമ്പലത്തിൽ നേർച്ചയിട. പിടിക്കമ്മേ. കടം വീട്ടിയല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടടി. നിന്റെയും നിന്റെ അമ്മയുടെയും കപട സ്നേഹത്തിൽ വീണ് സ്വന്തം കുടുംബത്തെ മറന്നയാളാ എന്റെ പ്രസാദേട്ടൻ. ആ മനുഷ്യനെ ഇനിയെങ്കിലും എനിക്ക് വിട്ടുതരണോന്ന് കൂടി പറയാനാ ഞാൻ ഇവിടെ വന്നത്. പെങ്ങളെയും മരുമകളെയും ജീവന്റെ ജീവനായി സ്നേഹിച്ച ആ മനുഷ്യന്റെ നെഞ്ചില് മായാത്ത മുറിവുണ്ടാക്കാൻ നീ നിന്റെ അച്ഛനും കാരണക്കാരായില്ലേടി. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഈ കുടുംബത്തിലെ ഒരെണ്ണത്തെയും ഞാൻ ബാക്കി വെക്കില്ല. അയ്യോ ദുർഗേച്ചി, ഇങ്ങനെയൊന്നും പറയല്ല. എന്റെ മോളും അവളുടെ അച്ഛനും എന്റെ ഏട്ടന്റെ അവസ്ഥയ്ക്ക് എങ്ങനെ കാരണക്കാരായിന്ന ചേച്ചി പറയുന്നത്. ചോദിച്ചു നോക്ക് നിന്റെ മോളോട്. ഇവളവിടെ പോയതുകൊണ്ടല്ലേ ആ ക്രിമിനൽ ഇവളെ മറയാക്കി രക്ഷപ്പെടാൻ നോക്കിയത്. അതുകൊണ്ടല്ലേ പ്രസാദേട്ടന് തോക്കെടുക്കേണ്ടി വന്നത്. ഇതൊന്നും നീ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലേടി? അതോ എല്ലാം അറിഞ്ഞിട്ടും എന്റെ മുമ്പിൽ അഭിനയിക്കുന്നതോ?